ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന മട്ടർ പനീറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം മട്ടർ പനീർ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നാനിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നോയമ്പ് കാലത്ത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം ഞാൻ 400 ഗ്രാം പനീർ ഗണ്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ടെസ്കോയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിനകത്ത് വലിയ ചങ്കി പീസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇത് മാരിനേറ്റ് ചെയ്യണമെന്നില്ല, ഫ്രൈ ചെയ്യണമെന്നില്ല, പക്ഷേ ഇത് നല്ലതായിട്ട് ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്യണം. അപ്പം ഇതുപോലെ ഞാൻ എപ്പോഴും പനീർ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും. ഇതിനകത്തേക്ക് നമുക്ക് മാരിനേഷന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വലിയ പീസുകളായിട്ട് മുറിച്ച് മാറ്റിയ ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇച്ചിരി അധികം പൊടി ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഞാൻ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി അധികമായാലും നമ്മൾ എണ്ണയിൽ കുറച്ച് പോകും. നമ്മൾ ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ കുക്കിങ്ങും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അധികമായി പോകുന്നു ഉള്ള പേടിയും വേണ്ട. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിത് കൈകൊണ്ട് തന്നെ എല്ലാ പനീർ കഷ്ണങ്ങളിലേക്കും ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കണം. പിങ്ക് സോൾട്ട് അല്പം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പനീറിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു മിനിമം 30 മിനിറ്റ്സ് വെക്കുന്ന നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാതെയാണ് നിങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഡെഫിനറ്റ്ലായിട്ടും എൻഹാൻസ് ചെയ്യും. നമ്മൾ നോയമ്പ് നോക്കുമ്പോൾ ഇത് നമുക്കൊരു എനർജി ഫില്ലിംഗ് ആണ് താനും പനീർ. അപ്പോൾ ഇതുപോലെ റോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ പനീറിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലപ്പൊടികളും തിരുമ്മി യോജിപ്പിക്കുക. അതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ പനീറിൻ്റെ ഒരു നനവുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും ആയിക്കോളും. അപ്പോൾ ഇത് ഞാനൊരു 1/2 അവർ സമയം കിട്ടുവാണെങ്കിൽ കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കട്ടിങ് പ്രോസസ്സുകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ റെഡിയാവും. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് ആദ്യത്തെ പണി. അത് കഴിയുമ്പോൾ നമുക്ക് ആ സമയമുണ്ടല്ലോ, ഇത് മാരിനേഷൻ റെഡിയാവാൻ സമയമുള്ളപ്പം നമുക്ക് ഓനിയൻസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തു. ഇനി ഇത് മാറ്റി വെക്കാം. ക്യൂബ്സായിട്ട് മുറിച്ചിട്ട് എല്ലാ സൈഡുകളിലേക്കും ആക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയത്തെ സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടാണ് ഇതിനകത്ത് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒനിയൻ, ചില്ലി, ജിഞ്ചർ, ഗാർലിക് എല്ലാം റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഞാൻ ഓയിൽ ഒഴിക്കാൻ മറന്നു കേട്ടോ. അല്പം അത് കോക്കനട്ട് ഓയിലിൽ റെഡിയാക്കി എടുക്കരുത് കേട്ടോ. നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഒത്തിരി സ്മെല്ലൊന്നുമില്ല. അത് കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് വെച്ചാൽ ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ. എല്ലാ ഭാഗവും ഒന്ന് മറിച്ചെടുക്കണം, തിരിച്ചും മറിച്ചും വെച്ച്. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് മാറ്റാം. ആദ്യം ഞാൻ കുക്കിങ്ങിന് കട്ട് ചെയ്ത സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത സമയം കൊണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോയമ്പ് കാലത്ത് എല്ലാ പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ഞാൻ പാലക്ക് വെച്ചും ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ഗ്രീൻ കളറിൽ വരും. ഞാൻ പണ്ട് അതിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറന്ന പോലെ. അപ്പം നമ്മുടെ പനീർ കഷ്ണങ്ങൾ ആദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ സവാള, ഒരു വലിപ്പമുള്ള 2 വലിയ റെഡ് ഒനിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ജിഞ്ചർ, ഗാർലിക് അതൊക്കെയാണ് അതിന് ഫ്ലേവർ കൊടുക്കണേ. പിന്നെ കടുകിന് പകരം ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ് കേട്ടോ. നല്ല ജീരകം പൊട്ടിക്കുമ്പോഴാണ് ഒരു അതിൻ്റെ ടേസ്റ്റ്. കടുക് പൊട്ടിക്കരുത്, കോക്കനട്ട് ഓയിൽ ചേർക്കരുത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും കേട്ടോ. പിന്നെ ചേർക്കേണ്ട ഉലുവയുടെ ഇല പൊടിച്ചതുണ്ടല്ലോ, അതാണ് വേറൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അതും നമുക്ക് കറി റെഡിയാക്കി എടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം.
കസ്തൂരി മേത്തി നമുക്ക് എല്ലാ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടും. അത് ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊരു പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കൂടുതൽ നല്ല എൻഹാൻസ് ചെയ്ത് വരും. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ ഓർക്കണം. ഇത് റെഡിയാക്കി എടുക്കുന്ന നേരത്ത് അപ്പോഴാണ് അതിൻ്റെ ഒതൻറ്റിക് ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാം പാനിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒരു സൈഡ് റെഡിയാക്കി കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഓയിലെല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഓവർ കുക്ക് ആവരുത്. ഒരു മീഡിയം ഹീറ്റിൽ എല്ലാ സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയത്തെ കുക്കിങ് നമ്മൾ കറി റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം പൊടിഞ്ഞു പോകാതെ തിരിച്ചും മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ ഓയിലിന് പകരം ബട്ടറിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരിയോടെ ഒരു ടേസ്റ്റ് കിട്ടും. ഞാൻ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ചെയ്തതിപ്പം. അപ്പോൾ ഓയിലെല്ലാ ഭാഗത്തേക്കും ആക്കി. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. അഥവാ കുറഞ്ഞു പോയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പാനിൽ തന്നെയാണ് കേട്ടോ കറിയും റെഡിയാക്കി എടുക്കണത്. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് മാറ്റാം നമുക്ക്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ച സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ 2 വലിയ ഒനിയൻസ്, ആവശ്യത്തിൻ്റെ 3-4 പച്ചമുളകും ഉണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞെടുക്കാം. ഇത് മറച്ചിട്ട് സെയിം ടൈമിൽ ഞാൻ രണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ഏകദേശമായി നമ്മുടെ പനീർ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും. ഒത്തിരി സമയം വേണ്ട. പിന്നെ ഒരു കറി റെഡിയാക്കി എടുക്കാൻ ഒരു 10 മിനിറ്റും കൂടെ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്ക് മാരിനേഷൻ്റെ സമയം കൊണ്ട് ബാക്കിയത്തെ പ്രോസസ്സെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞ് ഇത് മാറ്റിയിട്ട് നമ്മൾ പനീർ കഷ്ണങ്ങൾ വേറൊരു പാനിലേക്ക് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിന് തന്നെയാണ് നമ്മുടെ ഒനിയനൊക്കെ സോട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോയമ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാത്തിനും പോകട്ടോ. ചപ്പാത്തിക്ക്, നാനിന്. ഞാൻ ഊണിന് സാധാരണ എടുക്കാറില്ല, എങ്കിലും നാൻ, ചപ്പാത്തി, പൊറോട്ട അതിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഏകദേശം ആയി. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ കറി റെഡിയാക്കി എടുക്കാം. മാറിനേറ്റ് ചെയ്യാൻ വെച്ച പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് അങ്ങ് ഇതായി പോയിട്ടില്ല. കുറച്ച് സ്പൈസൊക്കെ നമ്മുടെ ഓയിലിലേക്ക് പോകും, പക്ഷേ അത് കുഴപ്പമില്ല. ഓയിലിൽ തന്നെയാണല്ലോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിനകത്ത് അടിയിൽ എന്തെങ്കിലും പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കറി റെഡിയാക്കി എടുത്തപ്പോൾ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോവല്ലേ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മാറ്റട്ടെ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി എടുക്കാം. പനീർ കറി, മട്ടർ പനീർ റെഡിയാക്കി എടുത്ത പെട്ടെന്ന് തീരുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കുറച്ച് അത് കരിഞ്ഞതല്ല കേട്ടോ. നമ്മുടെ ആ മസാല സ്റ്റിക്കായിട്ടിരിക്കുന്നതൊക്കെ ഞാൻ എടുത്ത് മാറ്റി. കാരണം അല്ലെങ്കിൽ അതായിരിക്കുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് സവാള വരട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇച്ചിരി നല്ല ജീരകം ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ. അപ്പോൾ അടിയിൽ എന്തെങ്കിലും സ്റ്റിക്കായിട്ടിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ഇളക്കി മാറ്റാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ കരിഞ്ഞു പോകും. അതൊന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ചേർക്കാം, 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അരിഞ്ഞ് അങ്ങനെ തന്നെ ചേർക്കണേ. വെളുത്തുള്ളി ഒരു വലിയ കുടം ചേർത്ത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നല്ല ഫ്ലേവർ കൊടുക്കും അതിനകത്ത്. അപ്പോൾ ഓയിലിലേക്കൊന്നും ആയിക്കോട്ടെ. അത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയല്ല കേട്ടോ, ഒരു മൈൽഡ് ഇത് അത്രേ ഉള്ളൂ. അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് പയ്യെ ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓനിയൻസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളറായിക്കോട്ടെ. ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് വഴണ്ട് വരട്ടെ. നല്ല മണമാണ് വരണേ. നമ്മൾ ആ പനീർ ഫ്രൈ ചെയ്തിരിക്കുന്ന ഓയിലിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ നമ്മുടെ ഓനിയനിൽ പിടിച്ചോളും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യണ ഇതിനകത്തോ അതിനകത്ത് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ പെട്ടെന്നൊന്ന് കുക്കായി വരട്ടെ. ഒരു പയ്യെ ഒന്ന് ഒനിയനൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് മല്ലിയില, ഞാനൊരു പിടിയും മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തു കേട്ടോ ഇപ്പം. അപ്പോൾ ബാക്കിയിട്ട് പോയി നമ്മൾ കുക്ക് ചെയ്ത് കഴിയാറാകുമ്പോൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയിലയാണ് വേറൊരു ഫ്ലേവർ കൊടുക്കുന്നത്. മല്ലിയില നമുക്ക് ധാരാളം ചേർത്ത് കൊടുത്താൽ അത്ര നല്ലത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നല്ല കട്ട തൈരാണ് കേട്ടോ. ഒരു ചെറിയ കപ്പ് നിറയുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി നമ്മൾ ഫ്രൈ ചെയ്തപ്പോഴും ചേർത്തായിരുന്നു പനീറിൽ. ഇനി പൊടികൾ ഞാൻ ഇതിനകത്തേക്കാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ കസ്തൂരി മേത്തി കൈ കൊണ്ട് ഇങ്ങനെ ഞരടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല മണമാണ് അതിന്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഞാൻ ഇതിനകത്തേക്ക് ഒരു കുഞ്ഞ് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തായിരുന്നു. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇനി പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാല ഉണ്ട്, അതും ചേർത്ത് കൊടുക്കാം. അത് അവസാനം ചേർക്കാം. പിന്നെ നമ്മൾ ബാക്കി വെച്ചിരുന്ന മല്ലിയില ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തൈരുമായിട്ട് കൂടി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നല്ല കട്ട ആണ്, ഒട്ടും പുളിയില്ല. അപ്പം അങ്ങനത്തെ തൈരാണ് കേട്ടോ വേണ്ടത്. ഇതെല്ലാം യോജിപ്പിച്ചു കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളി, ഒരു വലിപ്പമുള്ള തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി പയ്യെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് ഞാൻ ഡെയിലി ഫ്രോസൺ പീസാണ് ഇരിക്കുന്നത്, പീസ് ചേർത്ത് കൊടുത്തു. ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. അതൊന്ന് പയ്യെ ഒന്ന് സോട്ടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, മസാലയൊക്കെ മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് ഹാഫ് കുക്കായി വരണം. ബാക്കിയിട്ട് നമ്മൾ ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ കുക്കായിക്കോളും. ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഇനി തൈര് ചേർത്ത് കഴിയുമ്പം ഞാൻ ഉടയ്ക്കാതെയാണ് തൈര് എടുത്തേക്കുന്നത്, ജസ്റ്റ് സ്പൂണും കൊണ്ട് യോജിപ്പിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ അത് ലൂസായി വന്നോളും. പക്ഷേ തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചേർക്കുമ്പോൾ. ഇതെല്ലാം കൂടെ കൂടി യോജിപ്പിച്ച് നമ്മൾ ആ ബോളിലൊന്ന് കഴുകിച്ചിട്ടവിടെ വെള്ളം ചേർത്ത് നമ്മുടെ ഗ്രേവി എത്ര കൺസിസ്റ്റൻസി, ഒരുപാട് ഗ്രേവി അല്ല കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാം. ഇപ്പോൾ ചൂടുവെള്ളം ചേർത്ത് ആ ബോളൊന്ന് കഴുകി അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഇപ്പം ലൂസായി വന്നല്ലോ ചട്ടിയുടെ ചൂടിൽ തന്നെ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കഴുകി അതും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ മസാലകളൊന്നും കളയണ്ട, അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് എന്നിട്ട് ഇതൊന്നും സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് കുക്കായി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പനീർ കഷ്ണം കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ചാൽ നമ്മുടെ മട്ടർ പനീർ കറി റെഡി. ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി ഇച്ചിരൂടെ വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി ഒന്ന് ശരിയാക്കി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം.
അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തു. ഇനി മൂടി വെക്കാം. ഞാൻ ഒന്ന് നോക്കിയായിരുന്നു, ഇടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചായിരുന്നു. ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് പനീറിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മട്ടറൊക്കെ ഒന്ന് കുക്കായി വന്നു, എല്ലാം കൂടി ഒഴിച്ച് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അപ്പോൾ പനീർ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ്, അത് ഇത്ര സമയം മതി. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൽ ഇച്ചിരി ഓയിലൊക്കെ കാണും, അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ എടുത്ത പനീർ വെച്ചതിനകത്ത് കുറച്ച് ഓയിലും അതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അഥവാ ഗ്രേവി, ഒരല്പം ഗ്രേവിയും കൂടെ വേണമെന്ന് തോന്നുന്നു. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അല്പം ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ പനീറിലേക്കും കൂടെ ഒന്നൊന്ന് പിടിച്ച് വരണം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചാൽ റെഡിയാവും. ഞാൻ പറഞ്ഞ പോലെ അല്പം ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ ബാക്കിയുള്ള ഫ്ലേവർ എല്ലാവരും കൂടെ ഇങ്ങ് പോരട്ടെ. അതിനകത്തേക്ക് നോക്കൂ, അതിനകത്തേക്ക് അല്പം ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ സമയത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇത് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കണം. കാണുമ്പോൾ അറിയാം, നല്ല ടേസ്റ്റി കറിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തീർന്നു പോയി. ചപ്പാത്തിയൊക്കെ കഴിക്കാൻ തോന്നും നിങ്ങളിത് റെഡിയാക്കി എടുക്കുമ്പം. ഓക്കെ, ഇനി നമ്മൾ ചേർത്ത് കൊടുക്കണേ. നമ്മൾ ആദ്യം നമ്മുടെ കസ്തൂരിമേത്തി ചേർത്തായിരുന്നു. ഇനി നമുക്ക് റെഡിയായി കഴിയുമ്പോൾ അല്പം കൂടെ ചേർക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഞാൻ ഉപ്പൊക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ബാക്കി മല്ലിയില ഇരുന്നുണ്ടല്ലോ, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കസ്തൂരി മേത്തി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് നമുക്ക് 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം. സൂപ്പർ മണമാണ് കേട്ടോ വരുന്നത്. ഇതെല്ലാം ഒന്ന് കൂടി യോജിപ്പിക്കുക. ഇനി വെള്ളത്തിൽ കഴിക്കുക, അത്രേ ഉള്ളൂ. നോക്കൂ, സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിട്ട് കേട്ടോ. ഇനി ഇതിനകത്ത് തന്നെ അതിൻ്റെ ഗ്രേവി ഒത്തിരി ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതിന് പകരം പയ്യൊന്ന് കറി റെഡി ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് വെക്കണം. നമ്മൾ പുറത്തൊക്കെ ഹോട്ടലിലൊക്കെ പോയി മേടിച്ച് കഴിക്കുന്ന അതേ മറ്റു പനീറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ നോക്കൂ, ഞാനൊരു ഗ്ലാസ് ബോളിലേക്ക് മാറട്ടെ. നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം പെട്ടെന്ന് പോയി തയ്യാറാക്കി നോക്കുകയുള്ളൂ. ചപ്പാത്തിക്ക് ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പം ഞാനിത് സെർവ് ചെയ്ത് പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് GNB വ്ളോഗ്സ്. ബൈ. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. ബൈ. ഞാനൊരു കാര്യം മറന്നുപോയത്, ഞാൻ പൊടിച്ചു വെച്ചിരുന്ന ഗരം മസാല അവസാനം ഇടണമെന്ന് പറഞ്ഞു ഇട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തൂക്കി കൊടുത്തു അവസാനം. അത് കുഴപ്പമില്ല, ഇനി അത് ഇളക്കി യോജിപ്പിച്ചാലും മതി. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അത് മറന്നുപോയി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു അവസാനം കേട്ടോ.
താങ്ക് യു. ബൈ.